213 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ നെപ്പോളിയന് കൊടുത്ത അതേ പണി ഉക്രൈനോട് ചെയ്തു. അതായത് കുർസക് മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉക്രൈൻ പട്ടാളം വന്നു. ഉക്രൈൻ പട്ടാളം കയറി വന്നപ്പോൾ അവരേണ്ട 700 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തു. 30 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി എന്നാണ് സെലൻസ്കി പറഞ്ഞത്. അന്ന് മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിലെ മാധ്യമങ്ങൾ ഉക്രൈനെ വാഴ്ത്തി. അപ്പോൾ ഈ പട്ടാളം റഷ്യയിലേക്ക് ഉക്രൈൻ പട്ടാളം വന്നപ്പോഴത്തേക്ക് റഷ്യ അങ്ങ് പിന്മാറിക്കൊണ്ടു. ഇപ്പോൾ 213 വർഷം മുമ്പ് നെപ്പോളിയൻ വന്നപ്പോൾ ചെയ്ത അതേ പണി അന്ന് റഷ്യയുടെ സേനാനായകനായ കുഡുസോവ് നെപ്പോളിയൻ കയറി വന്നപ്പോൾ അങ്ങ് പിന്മാറി. നെപ്പോളിയൻ കയറി പരമാവധി അകത്തേക്ക് വന്നപ്പോൾ ഇവരെ 4 ചുറ്റിൽ നിന്നും വളഞ്ഞു. സമാന ചിത്രം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുകയാണ്. കുർസക് മേഖലയിൽ വന്ന് പെട്ടുപോയ ചതുപ്പ് കാടുകളിലും ഉൾക്കാടുകളിലുമൊക്കെ വന്ന് പെട്ടുപോയ ഉക്രൈൻ പട്ടാളത്തെ 4 വശത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ് റഷ്യൻ പട്ടാളം. ഉത്തര കൊറിയൻ സൈനികരും ചൈനീസ് പട്ടാളക്കാരും വരെ ഉണ്ടെന്ന് പറയുന്നത്. അവർ കഴിഞ്ഞ 6-7 ദിവസമായി കുർസക് മേഖലയിൽ കയറിയ മുഴുവൻ ഉക്രൈൻകാരെ കൂട്ടക്കശാപ്പ് ചെയ്ത് അതിവേഗം കുർസക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് പഠിക്കാത്ത ഒരു പാഠം, അതിന് വലിയ വില ഇപ്പോൾ ഉക്രൈൻ കൊടുക്കുകയാണ്. ഇപ്പോൾ മുമ്പ് ഉക്രൈനെ വാഴ്ത്തിയ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ടാക്റ്റിക്കൽ ബ്ലണ്ടർ, ആനമണ്ടത്തരം, ഉക്രൈൻ്റെ ആനമണ്ടത്തരം എന്നാണ് പറയുന്നത്. ഉക്രൈൻ പരാജയം സംബന്ധിച്ച് ഒടുവിൽ യുദ്ധം തീർക്കാനുള്ള വെടിനിർത്തലിന് സന്നദ്ധമായി വരികയാണോ? ഇപ്പം അങ്ങനെ ആണ് കാണപ്പെടുന്നത്. സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഒരു സൂചന അതാണ് ഇപ്പോൾ കിട്ടുന്നത്. അതായത് ഇപ്പം ഈയിടെ സെലൻസ്കി സൗദി വിസിറ്റ് ചെയ്തിരുന്നു. മുഹമ്മദ് ബിൻ സൽമാനായിട്ട് സംസാരിച്ചു. പിന്നെ അവിടെ യുക്രൈൻ്റെ ആൾക്കാരും അമേരിക്കയുടെ ആൾക്കാരുമായിട്ട് ചർച്ച നടന്നു. അത് അറ്റ് ദി ഹയസ്റ്റ് പോസിബിൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഉണ്ടായിരുന്നു. അതേപോലെ അവരുടെ ഡിഫൻസ് സെക്രട്ടറി മൈക്കിൾ വാൾട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ യുക്രൈൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ, ചീഫ് ഓഫ് സ്റ്റാഫ്, ഇവരെല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. സെലൻസ്കി പക്ഷേ അവിടെ ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ 6 മാസത്തേക്ക് വെടിനിർത്തലിന് സമ്മതിക്കാം സെലൻസ്കി സമ്മതിച്ചു. 30 days എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 6 മാസം വരെ നീട്ടാം. അപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിച്ചു. അമേരിക്ക പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഏകദേശം സമ്മതിച്ച മട്ടിൽ 1 മാസത്തേക്കുള്ള അല്ലെങ്കിൽ 30 days സീസ് ഫയർ ആകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 months ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചയിൽ വരുത്താം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടി എന്തെങ്കിലും ഇതിനൊരു വേ ഔട്ട്, ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി റഷ്യ എന്ത് പറയും? റഷ്യക്കിപ്പം വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കുർസൊക്കെ മുഴുവൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. കൂടുതൽ സ്ഥലം അങ്ങോട്ട് കയറി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് റഷ്യ ഈ പറയുന്ന ഭാഷയൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവർ സമ്മതിക്കുമോ എന്നുള്ളത് ഈ പ്രശ്നമുള്ളൂ. ഈ സെലൻസ്കി ഇപ്പോൾ സമാധാനത്തിന് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നൊക്കെ പറയണ പോലെ ബഗേഴ്സ് കാൻ ബി ചൂസേഴ്സ്. അപ്പോൾ ആ രീതിയിലായിരിക്കാം ചിലപ്പോൾ പറയുന്നത്. പക്ഷേ ഒന്നുണ്ട്, എപ്പോഴും ലോകത്തിൻ്റെ മുന്നിലൊരു ചോദ്യം വരാറുണ്ട് ഈ സെലൻസ്കിയെ കാണുമ്പോൾ, ഈ മനുഷ്യൻ്റെ ഗതി എന്താവുന്നു? റഷ്യ ആദ്യം ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ പലരും വേറൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് പ്ലെയിൻ അയക്കാം, നിങ്ങളെ എവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവരാം, അവിടെ കിടന്ന് ചാവണ്ട എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഈയിടെ ട്രംപ് അദ്ദേഹത്തോട് പറഞ്ഞു 2 ആഴ്ച കൂടുതൽ നിങ്ങൾ പിടിച്ചു നിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു ഈ സെലൻസ്കിയോട്. അപ്പോൾ സെലൻസ്കി പറഞ്ഞ മറുപടി അങ്ങനെയല്ല, 3 ദിവസം പിടിച്ചു നിൽക്കില്ല എന്നാണ് പുടിൻ പറഞ്ഞത്. പുടിനാന്ന് പറഞ്ഞിരുന്നത് 3 ദിവസത്തിൽ കൂടുതൽ ഇത് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ അമേരിക്കയായിട്ട് ഇടഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാവരും കണ്ടവർക്കൊക്കെ തോന്നിയത് ഇവർ തമ്മിൽ ഒരു അടി വീഴുമെന്നുള്ള പോലെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീണ്ടും ആലോചിച്ചു ഈ മനുഷ്യൻ്റെ ഗതി എന്താവും. പക്ഷേ അദ്ദേഹം പോന്നു കഴിഞ്ഞിട്ട് ഈ യുക്രൈനിൽ അതെ 4 കാലിലാണ് വീണിരിക്കുന്നത്. അപ്പോൾ യുക്രൈനിൽ വന്ന് നമ്മളൊക്കെ ആലോചിക്കുകയാണ് ഈ മനുഷ്യൻ്റെ ഗതി എന്താവും. അമേരിക്കയും വിട്ട് എല്ലാവരും വിട്ട് ആരുമില്ല കൂടെ. റഷ്യ ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ സ്ട്രെങ്തായി. അതേപോലെ പുടിനാണെങ്കിലും ഈ ട്രംപ് ആണെങ്കിലും വലിയ ലോഹ്യമായിട്ട് വരുന്നു. എന്തായിരിക്കും ഇതിൻ്റെ അവസാനം എന്നൊക്കെ നമ്മൾ പലരും ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നിട്ട് ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ലാർജസ്റ്റ് ലോങ് റേഞ്ച് ഡ്രോൺ ബൊംബാർഡ്മെൻറ്റ് ഓഫ് എവിടെ മോസ്കോയിൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഡ്രോൺ ആക്രമണം നന്നായിട്ട് നടത്തി. അവിടെ റഷ്യയ്ക്ക് ഒരു ചെറിയ
ചലനം സൃഷ്ടിക്കുന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെയാണ് പെരുമാറിയതല്ലാതെ അത് തന്നെയല്ല ഇപ്പം അദ്ദേഹം എല്ലായിടത്തും പോകുന്നിടത്തൊക്കെ ചിരിച്ചും കളിച്ചും നടക്കണേ, ഒന്നും സംഭവിക്കാത്ത പോലെയാണ് നടക്കുന്നത്. ഏതായാലും നമ്മളെയൊക്കെ ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. പക്ഷെ എന്തായാലും അമേരിക്കയും യുക്രൈനുമായിട്ട് അടച്ചിൽ വന്നോ എന്നുള്ളതൊക്കെ ആ ചിന്താഗതി മാറി. കാരണം അമേരിക്ക ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് അതെ ഇന്റലിജൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഈ കർസ്കിലേക്ക് കയറി എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഷെയർ ചെയ്യൽ നിർത്തിയപ്പോഴാണ് അത്ര എളുപ്പമായ റഷ്യക്ക്. അല്ലെങ്കിൽ അത്രയും എളുപ്പത്തിലായി നടക്കില്ലായിരുന്നു. ഇന്റലിജൻസ് ഷെയറിങ് അമേരിക്ക നിർത്തിവെച്ചു. അതേപോലെ വെപ്പൺ സപ്ലൈ നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വെപ്പൺസ് വീണ്ടും കൊടുത്തു തുടങ്ങി. ഇന്റലിജൻസ് ഷെയറിങ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞ വഴിക്ക് വന്നപ്പോഴത്തേക്ക് നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു. അതെ, അപ്പോൾ ആ രീതിയിലേക്ക് വന്നു. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ 3 ദിവസമേ പിടിച്ചു നിൽക്കുള്ളൂ എന്ന് പറഞ്ഞത്, എന്നിട്ട് 2 ആഴ്ച ആയില്ലേ, ഇതുവരെ എത്തിയില്ലേ, 1000 ദിവസം ആകാൻ പോകുന്നില്ലേ എന്നൊക്കെ സെലൻസ്കി പറയുന്നത് ഇത്ര എക്സാജറേറ്റഡ് കാര്യമാണ്. റഷ്യ അവരുടെ ലീത്തലായിട്ടുള്ള ആക്രമണമൊന്നും അവിടെ നടത്തിയിട്ടില്ല, സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാക്കിയിട്ടില്ല. വളരെ പരിമിതമായ തോതിലുള്ള യുദ്ധം റഷ്യ നടന്നു. അപ്പോൾ റഷ്യയെ പോലുള്ള ഒരു ഹ്യൂജ് മിലിറ്ററി പവർ, അത് മുഴുവൻ കൂടെ അങ്ങോട്ട് പവർ ചെയ്താൽ ഉക്രൈനിൽ ഇല്ല. അതൊരു പ്രശ്നമല്ലേ? വളരെ ഒരു എന്തോ ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു യുദ്ധം കൊണ്ടിരിക്കട്ടെ എന്ന തരത്തിലാണ് റഷ്യ നീങ്ങുന്നത്. എന്തായാലും ഇത്രയും നാൾ പിടിച്ചു നിൽക്കുന്ന ആരും ഒരാളും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴും ഈ സെലൻസ്കി അങ്ങനെ പേടിച്ച് ഓടുന്ന അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്ന അങ്ങനെ ഒരു ലൈൻ പുള്ളി ചിന്തിക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നു. സെലൻസ്കിയും അറിയാം, തുടക്കത്തിലുണ്ടായിരുന്ന ഭയം പോലെ എന്നെ രക്ഷിക്കണം നമുക്ക് നിലവിളിക്കായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ അറിയാം റഷ്യ അങ്ങനെ ജനങ്ങളെ കൊല്ലത്തില്ല. റഷ്യക്ക് പരിമിതമായ ചില ലക്ഷ്യങ്ങളേ ഉള്ളൂ, അത് ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുക, അത്രയൊക്കെ ഉള്ളൂ എന്ന് ഇയാൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ തുടക്കത്തിലാണെങ്കിൽ ചില ഫോട്ടോസൊക്കെ വരുന്നുണ്ടായിരുന്നു, ഏതാണ്ട് ടാങ്കുകളുടെ വ്യൂഹം 50 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇത് വന്നാൽ ഇവിടെ എന്താകും എന്നൊക്കെ എല്ലാവരും ഭയപ്പെട്ടു. വഴി 3 കൊല്ലം കഴിഞ്ഞിട്ടും അങ്ങനത്തെ ഒരു പിന്നെ ഈ പ്രകോച്ചിൻ എന്ന് പറഞ്ഞ ആളുടെ കൂലിപ്പട്ടാളം, റഷ്യൻ പട്ടാളം ഫൈറ്റ് ചെയ്യാൻ കുറവാണ്, വാടക പട്ടാളക്കാരെ കൊണ്ടാണ് ഈ യുദ്ധം ചെയ്യിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഈ ഡ്യൂറേഷനാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഇത്രയും നാളായിട്ടും ഒരു പരിഹാരമില്ലാതെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു അത്ഭുതം വരുന്നത്. അപ്പോൾ ഈ സെലൻസ്കി അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇത് നോട്ട് ജസ്റ്റ് ദി എൻഡ് ഓഫ് വാർ, പക്ഷേ നമ്മുടെ പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ട്, പിന്നെ കുട്ടികളെ കുറേ പേരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ ഹ്യൂമാനിറ്റേറിയൻ പ്രശ്നങ്ങളുണ്ട്, അതിനും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്ക പറഞ്ഞ കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അമേരിക്ക ഇപ്പോൾ പഴയ ആ രീതിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ വേറെ വിരോധമൊന്നും ഉള്ള പോലെ അവർ പെരുമാറുന്നില്ല. പിന്നെ ഒരു കാര്യം ഈ അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തീരുമാനത്തിലെത്തുമ്പോൾ ഒരു സെക്യൂരിറ്റി, ലോങ് ടൈം സെക്യൂരിറ്റി, അതിന് വേണ്ട ഒരു തീരുമാനത്തിൽ എത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും റഷ്യക്ക് കുറേ പട്ടാളത്തെ ഇങ്ങോട്ട് അയക്കാം എന്നുള്ള സാഹചര്യത്തിന് ഒരു അറുതി വരണം. അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ കൂട്ടിയിട്ടാണ് നെയ്റ്റോ വേണ്ടെന്ന് അമേരിക്ക തന്നെ പറയുന്നുണ്ട്. നെയ്റ്റോയുടെ ലെവലിൽ വേണ്ട, പക്ഷേ ഒരു പട്ടാളം വേണം, ഒരു ഡിറ്ററൻ്റായിട്ടൊരു പട്ടാളം വേണം. അല്ലാതെ എപ്പോൾ വേണമെങ്കിലും റഷ്യക്ക് ഇങ്ങോട്ട് കയറി ആക്രമിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ആ സാഹചര്യത്തിന് ഒരു വ്യത്യാസം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, യൂറോപ്യൻ യൂണിയൻ്റെ ഉൾപ്പെടെ ഒരു പട്ടാളത്തെയും അവിടെ വെക്കാൻ സമ്മതിക്കത്തില്ല, പുട്ടിൻ്റെ സ്റ്റാൻഡ്. അതെ. പിന്നെ പുട്ടിൻ ഇപ്പോഴും ഈ പറയുന്ന യുക്രൈൻ ഞങ്ങളുടെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വലിയ സോവറിനിറ്റി ഒന്നും അദ്ദേഹം കാണുന്നില്ല യുക്രൈനിൽ. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് വലിയ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഒരു സോവറിനിറ്റി കൊടുക്കാനൊന്നും താല്പര്യമില്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ദർ ഈസ് നോ മിലിറ്ററി സൊല്യൂഷൻ. അപ്പം ഇതിന് മിലിറ്ററി ഇപ്പോൾ 3 കൊല്ലമായില്ലേ, 3 കൊല്ലം യുദ്ധം ചെയ്തിട്ട് ഇല്ലാത്ത സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള വഴക്കൊക്കെ തീർന്നു കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ് മുഴുവൻ ഇനിയും വെപ്പൺസ് കൊടുക്കും. അപ്പോൾ എന്തായാലും റഷ്യക്കും ഒരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്താനായിട്ട് സീസ് ഫയറിന് അവർക്കും താല്പര്യം ഉണ്ടാവണം. പിന്നെ അവരുടെ ഐഡന്റിറ്റി കളഞ്ഞുള്ള ഒരു കീഴടങ്ങളൊന്നും റഷ്യക്ക് അതെ. അപ്പോൾ വേറെ ഇതിലൊരു ഈഗോ പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു സൊല്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അവരുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മോസ്കോയിൽ നിന്നുള്ളതായിരിക്കും, അവർക്ക് പ്രോമിനൻസ് ഉള്ള അത് തന്നെ. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ യുക്രൈനോട് പറഞ്ഞിട്ടുണ്ട് ടെറിട്ടോറിയൽ കൺസെഷൻ കുറച്ച് നടത്തേണ്ടി വരും. ഇപ്പോൾ പണ്ട് ക്രൈമിയ വരെയുള്ള ഏരിയ കയ്യിലുണ്ടായിരുന്നു, അത് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. 2014 സ്ഥിതി പറ്റില്ല. അതെ, അത് പോയി. പക്ഷേ ഇപ്പോഴത്തെ ഈ യുദ്ധത്തിലെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ചർച്ചയാകാന്നുള്ളതേ ഉള്ളൂ. മറ്റേ കാര്യങ്ങളൊക്കെ പോയ വഴിക്ക് പോയെന്ന് കണക്കാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഈ റഷ്യക്ക് വേറൊരു പ്രശ്നം പറയുന്നത്, ഇനിയിപ്പോൾ സാങ്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ യൂറോപ്പിൻ്റെ സാങ്ഷൻസ് ഉണ്ട്, അതൊരു പ്രശ്നമാണ്.
പിന്നെ ഈ പറഞ്ഞ ഡിറ്ററൻറ്റ് എപ്പോൾ കയറിയും ആക്രമിക്കാമെന്നുള്ള അതിനൊരു പരിഹാരം വേണം. പിന്നെ ഇപ്പോൾ ഈ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ആയിട്ട് ദേ ഹാവ് മെൻറ്റഡ് ഫെൻസസ്, അത് ലോഹിത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇപ്പം ഇതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ചർച്ച നടക്കുന്ന സമയം അല്ലെങ്കിൽ സീസ് ഫയറിൻ്റെ കാലത്തും അതിന് ശേഷമുള്ള സമയത്തും ഇനി വെപ്പൺസ് യുക്രൈനിലേക്ക് ഒഴുക്കരുത്, സീസ് ഫയറിൻ്റെ ഒരു കണ്ടീഷനായിട്ട് അതും സൂചിപ്പിക്കുന്നുണ്ട് അവർ. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഒരു മഞ്ഞുരുകൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കാരണം റഷ്യക്കായാലും അല്പം മടുപ്പ് വന്നിട്ടുണ്ടാവും, ശക്തിയുണ്ട്, പക്ഷേ അപ്പം അതുകൊണ്ടൊരു സമാധാനം വരും എന്ന് അല്ല, റഷ്യ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു, അവർക്ക് പിടിച്ചെടുക്കേണ്ട സ്ഥലമൊക്കെ പിടിച്ചെടുത്തു. അതെ അതെ, കുറേ സ്ഥലം പിടിച്ചെടുത്തവർ. അപ്പോൾ ഏതായാലും നമുക്ക് സമാധാനം ഉണ്ടാവട്ടെ അതെ, സമാധാനം എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.